ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കിക്കൊണ്ടിപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. മനോജ് എബ്രഹാമിനാണ് ADGP ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്നത്. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് ഔദ്യോഗികമായി ഇറങ്ങിയിരിക്കുന്നു. നടപടി എന്ന നിലയ്ക്കല്ല, സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന മട്ടിലാണ് ഉത്തരവുമുള്ളതല്ലേ? തീർച്ചയായും വിനീത, കേരള പോലീസിന്റെ സർവീസ് ചട്ടപ്രകാരം ഈ സ്ഥലം മാറ്റം ഒരു നടപടിയായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നടപടിയായി കാണുന്നില്ല സംസ്ഥാന സർക്കാരും. സാധാരണഗതിയിലുള്ള ഒരു പോലീസ് IPS ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം എന്നുള്ള രീതിയിലാണ്, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് MR അജിത് കുമാറിനെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി പകരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ എന്നുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം മനോജ് എബ്രഹാമിന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇന്റലിജൻസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡറിലേക്ക് മാറ്റി എന്നുള്ള ഒരു രണ്ടുപേരി ഉത്തരവ് മാത്രം സാധാരണഗതിയിൽ ഇതിലൊരു നടപടിയായി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു നിഗൂഢത നിറഞ്ഞ ഉത്തരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മുഖ്യമന്ത്രി തന്റെ വിശ്വസനെ ഇപ്പോഴും കൈവിടുന്നില്ല എന്നുള്ളത് തന്നെ കൂട്ടിച്ചേർക്കേണ്ടി വരും ഈ ഉത്തരവ് കാണുമ്പോൾ. സാധാരണഗതിയിൽ ഒരു നടപടിയാണെങ്കിൽ അത്തരത്തിൽ ഒരു DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നു എന്നുള്ള തരത്തിലായിരിക്കും ആ ഒരു ഇത് വരിക. പക്ഷേ ഇത് ചുമതലകൾ മാറ്റിക്കൊണ്ടുള്ള സാധാരണഗതിയിലുള്ള ഒരു നടപടിക്രമം പാലിച്ചു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും റിനു ശ്രീധർ, പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ തന്നെ ഇതൊരു നടപടിയല്ല, ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ പോലും അതൊരു സ്ഥലം മാറ്റ ഉത്തരവ് മാത്രമാണ് എന്ന് വ്യക്തമാകുന്നു. പ്രതിപക്ഷം തീർച്ചയായും ഈ വിഷയം കാര്യമായി തന്നെ ഉന്നയിക്കാനും പോവുകയാണ്. തീർച്ചയായും പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇപ്പോൾ K മുരളീധരനും അതുപോലെ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവും K സുധാകരൻ അടക്കമുള്ളവർ പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല, അല്ലെങ്കിൽ ഒരു സമാധാനത്തിനും തയ്യാറല്ല, ഒരു സന്ധിക്കും തയ്യാറല്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇവർ തുടർന്ന് വരുന്ന പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. നാളെ നിയമസഭ വരുമ്പോൾ ആ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അതുപോലെ തന്നെ LDF-ൽ തന്നെ ഘടകകക്ഷികളുടെയും വായടപ്പിക്കാനാണ് ഈ അർദ്ധരാത്രി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. സാധാരണഗതിയിൽ ഒരു IPS ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന ഒരു നടപടിക്രമം എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും. എന്തായാലും നാളെ പുലരുമ്പോഴേക്കും വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അതിൽ സംശയമില്ല. നിയമസഭാ സമ്മേളനം വലിയ രീതിയിൽ അലങ്കോലപ്പെട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. കാരണം അവരുടെ കടൽ പൊടിയിടാനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ അർദ്ധരാത്രിയിൽ നേരിട്ട് നിയമസഭ സെക്രട്ടേറിയറ്റിൽ ഞായറാഴ്ച പോലും എത്തി ഈ ഉത്തരവ് റിപ്പോർട്ട് മടങ്ങുന്ന ഒരു സാഹചര്യം. 20 മിനിറ്റോളം മാത്രമാണ് അദ്ദേഹം ചിലവഴിച്ച് മടങ്ങിയത്. അതിനുശേഷം ഒരു 10 മിനിറ്റിനകത്ത് തന്നെയാണ് DGP മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവ് വരുന്നതും. LDF-ൽ വിജയം മടങ്ങുമ്പോഴും ബിനോയ് വിഷയം പറയാതെ പറയുന്ന ഒരു കാര്യം ഇതിന് വലിയ രീതിയിൽ ഒരു കാലതാമസം എടുത്തു എന്നുള്ളത് തന്നെയാണ്. അതെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ഒരു നടപടി എടുക്കുമ്പോഴേക്കും ഈ രാത്രിയിലും ബിനോയ് വിശ്വം CPI-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് രാത്രി ഇത്തരം ഒരു തീരുമാനം വന്നില്ലെങ്കിൽ നാളെ എടുക്കേണ്ടുന്ന നിലപാടിനെ കുറിച്ച് കൃത്യമായി തന്നെ ഒരു ധാരണ CPI-ക്ക് അകത്ത് ഉണ്ടായിരുന്നു. ആ ധാരണയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിലൊരു നിലപാടെടുത്തുകൊണ്ട് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു നടപടി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ആ ഒരു ഇടപെടലിലേക്ക്